കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി ക്ലോസ് പ്രകാരം സീറോ ലയബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഈ വീഡിയോയിൽ അതേ ക്ലോസിലെ ഉപഭോക്താവിന്റെ പരിമിതമായ ബാധ്യത എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഉപഭോക്താവിന്റെ വീഴ്ച കൊണ്ട് നഷ്ടം ഉപഭോക്താവിനുണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഉപഭോക്താവിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസ്, പേയ്മെന്റ് ക്രെഡൻഷ്യൽസ് മറ്റൊരാൾ കൈവശം എത്തുകയും തന്മൂലം ഉപഭോക്താവിന് നഷ്ടം സംഭവിക്കുകയുമാണ് എന്നുണ്ടെങ്കിൽ, ബാങ്കിനെ അറിയിക്കുന്നത് വരെ ആ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം ഉപഭോക്താവിന് മാത്രമായിരിക്കും. ബാങ്കിനെ അറിയിച്ചതിന് ശേഷം ഉണ്ടാവുന്ന നഷ്ടം അത് ബാങ്ക് വഹിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എത്രയും പെട്ടെന്ന് ബാങ്കിനെ അറിയിക്കുക എന്നുള്ളതാണ് മുഖ്യം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപഭോക്താവിന്റെയോ അല്ലെങ്കിൽ ബാങ്കിന്റെയോ കുറ്റം കൊണ്ടല്ലാതെ എന്തെങ്കിലും സിസ്റ്റത്തിന്റെ പ്രോബ്ലം കൊണ്ടാണ്, പോരായ്മ കൊണ്ടാണ് ഇങ്ങനൊരു നഷ്ടം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ നഷ്ടത്തെക്കുറിച്ചുള്ള അറിവ് ഉപഭോക്താവിന് കിട്ടി 4 തൊട്ട് 7 ദിവസങ്ങൾക്കുള്ളിൽ ബാങ്കിനെ അറിയിക്കുന്ന പക്ഷം ആ ഇടപാടിൽ നഷ്ടം വന്ന മൂല്യം അനുസരിച്ചുള്ള തുകയ്ക്ക് മാത്രമായിരിക്കും ഉപഭോക്താവിന് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ബാധ്യത. അല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് തരംതിരിച്ചിട്ടുള്ള ഏത് പ്രോഡക്റ്റ് ആണ് ഉപഭോക്താവ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ബാങ്ക് നിജപ്പെടുത്തിയിട്ടുള്ള മാക്സിമം ബാധ്യതയായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ ഏതാണോ കുറവ് അതാണ് ആപ്ലിക്കബിൾ. ഇനി തരംതിരിച്ചുള്ള ലിസ്റ്റ് പ്രകാരം എന്തൊക്കെയാണ് മാക്സിമം ലയബിലിറ്റി അല്ലെങ്കിൽ ഇത്തരം അവസരങ്ങളിൽ ഉയർന്ന ബാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം. ബേസിക് സേവിങ്സ് BSBD അക്കൗണ്ട്സ് ഉണ്ടല്ലോ, അതിനാണെങ്കിൽ ഉയർന്ന ബാധ്യത 5000 രൂപ വരെയാണ്. മറ്റെല്ലാ പ്രീപെയ്ഡ് ഗിഫ്റ്റ് കാർഡുകൾ, അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ട്, ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട്, ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ട്, ഇത് MSMEയുടെയും അതോടൊപ്പം തന്നെ വ്യക്തികളുടെയും 5 ലക്ഷം വരെ ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ്, ഇവയ്ക്കൊക്കെ ഉയർന്ന ബാധ്യത 10000 രൂപ വരെയാണ്. ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ട്സ്, ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട്സ്, കറണ്ട് അക്കൗണ്ട്സ് വ്യക്തികളുടെ ആണ് എന്നുണ്ടെങ്കിൽ അതില് സംഭവം നടക്കുന്നതിന് 365 ദിവസം മുമ്പുള്ള വാർഷിക ശരാശരി ബാലൻസ് ലിമിറ്റ് 25 ലക്ഷം വരെ ആണ് എന്നുണ്ടെങ്കിൽ ആണ് 10000 രൂപ മാക്സിമം ബാധ്യതയായിട്ട് വരുന്നത്. ഇതൊഴിച്ചുള്ള എല്ലാ കറണ്ട് അക്കൗണ്ട്സ്, ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട്സ്, ഓവർഡ്രാഫ്റ്റ് അക്കൗണ്ട്സ്, ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് 5 ലക്ഷത്തിന് മുകളിലുള്ളത്, ഇവയ്ക്കൊക്കെ ആണെങ്കിൽ 25000 രൂപ വരെയാണ് ഉയർന്ന ബാധ്യത. 4 മുതൽ 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ബാങ്കിന്റെ പ്രവൃത്തി ദിവസം അനുസരിച്ചും 7 ദിവസം കഴിഞ്ഞാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ പോളിസി അനുസരിച്ചായിരിക്കും തീരുമാനം. ഇത്തരം അവസരങ്ങളിലും ബാങ്കിന് ഉപഭോക്താവിൽ നിന്ന് ഈ ഒരു നഷ്ടത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ച് 10 ദിവസത്തിനുള്ളിൽ കാശ് തിരികെ കൊടുക്കാം. എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്നേരവും അതിന്റെ തീരുമാനത്തിന് വെയിറ്റ് ചെയ്യാതെ. ഇതിനെല്ലാത്തിനും പുറമെ നഷ്ടം സംഭവിച്ച ഉപഭോക്താവിന് ബാങ്കിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഉപഭോക്താവിന്റെ തെറ്റുകൂടിയാണെങ്കിൽ കൂടി ഉപഭോക്താവിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള പക്ഷം നഷ്ടം സംഭവിച്ച ദിവസത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഡിസിഷൻ എടുക്കുക, ഒരു തീരുമാനം എടുക്കുക. ഇത് കൂടാതെ ഇങ്ങനെ ഉപഭോക്താവ് ബാങ്കിനെ ബോധിപ്പിക്കുന്ന പക്ഷം 90 ദിവസത്തിനുള്ളിൽ ബാങ്ക് ഒരു തീരുമാനമെടുക്കണം. അഥവാ ബാങ്കിന് ഈ 90 ദിവസത്തിനുള്ളിൽ തട്ടിപ്പിനെ കുറിച്ചുള്ള പരാതിയിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഉപഭോക്താവിന്റെ ബാധ്യത തീരുമാനിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, മേൽപ്പറഞ്ഞ തരംതിരിച്ചുള്ള പ്രോഡക്റ്റുകൾക്കനുസരിച്ച് ഉള്ള ഒരു നഷ്ടപരിഹാരം ബാങ്കിന് കസ്റ്റമർക്ക് നൽകാവുന്നതാണ്.